ബിഗ് ബോസിൽ ഇന്ന് നമ്മുടെ ലാലേട്ടൻ്റെ എപ്പിസോഡ് ഈ ഷാനവാസിന് നല്ലത് കിട്ടുന്നുണ്ട്. നമ്മുടെ ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന്. കാരണം എന്ന് വെച്ചാൽ ഷാനവാസ് എന്ന് പറയുന്ന വ്യക്തി നല്ലൊരു ഗെയിമറാണ്. പക്ഷേ എന്തെങ്കിലും കാര്യത്തെ അത് വളച്ചൊടിച്ച് തൻ്റെ നേരെ ആക്കാൻ നല്ല മിടുക്കൻ. എന്തെങ്കിലും തെറ്റായ കാര്യം എന്താ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും കാര്യങ്ങൾ വളച്ചൊടിച്ച് പുള്ളിക്കാരൻ തൻ്റെ നേരെയാക്കും. താനല്ല അത് ചെയ്തതെന്ന രീതിയിലാക്കും. അതിന് മിടുക്കനാണ് ഷാനവാസ്. ഇപ്പൊ ഷാനവാസിനെ പല ഇതിലും നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം അപ്പാനി വിഷയത്തിലാണ് തുടക്കത്തിൽ അങ്ങനെ നടക്കുന്നത്. അപ്പാനി തന്നെ എന്തോ ഒരു വിഷയത്തിന് ഷാനവാസുമായിട്ട് നല്ല വഴക്കിടാൻ തുടങ്ങിയപ്പോ, "നീ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ല. നിന്റെ കുറെ കാര്യങ്ങൾ എനിക്കറിയാം. അത് കേട്ട് കഴിഞ്ഞാൽ നിന്റെ ഫാമിലി വരെ തകരും" എന്ന രീതിയിൽ അന്ന് തുടക്കത്തിൽ ഷാനവാസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഷാനവാസ് ആണെങ്കിൽ അവിടെ ചുമ്മാ നിന്ന് കൊടുത്താൽ മതി. നല്ലതുപോലെ ഗെയിം കളിച്ച് പോകാവുന്ന ഷാനവാസ് അവിടെ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തുവാന്നറിയാവോ? ഇങ്ങനെ ഇരുന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കുക. ഇല്ലാത്ത പ്രശ്നങ്ങളെ വളച്ചൊടിച്ച് ഫാമിലിയെ ഏറ്റവും കൂടുതൽ പറയുന്നതാണ് ഷാനവാസിന് ഏറ്റവും റോങ് ആയിട്ട് മാറിയിരിക്കുന്നത്. ഫാമിലിയെ പറയാതിരുന്നു എങ്കിൽ ഷാനവാസ് അവിടെ ചുമ്മാ നിന്ന് കൊടുത്താൽ മതി. തനിയെ വോട്ടും കിട്ടും. കാരണം വെച്ചാൽ ഓൾറെഡി സീരിയൽ പ്രേക്ഷകർക്ക് വളരെ ഇഷ്ടപ്പെട്ട വ്യക്തിയാണ് ഷാനവാസ്. അങ്ങനെയുള്ള ഷാനവാസ് ആ സ്ക്രീനിൽ കണ്ടാൽ മതി, വോട്ട് കിട്ടിയേനെ. ഇപ്പൊ തന്നെ ഷാനവാസിന്റെ നില കണ്ടില്ലേ? ഷാനവാസ് തുടക്കത്തിൽ ഒന്നാം സ്ഥാനമായിരുന്നു വോട്ടിംഗ് നിലയിൽ. പക്ഷെ ഷാനവാസിന് ആ വോട്ടിംഗ് പാറ്റേൺ ഇപ്പൊ കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. കാരണം പുള്ളിക്കാരൻ ഇതാണ് ചെയ്യുന്നത്. പുള്ളിക്കാരൻ്റെ കയ്യിൽ എന്തൊക്കെ രഹസ്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് അത് പുറത്തു വിടുമെന്നുള്ള രീതിയിൽ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുക, വീട്ടിലുള്ളവരെ പറയുക, അച്ഛനും അമ്മയ്ക്കും വിളിക്കുക, മറ്റേത് മറിച്ചത് പറയാൻ. ഇതാണ് പുള്ളിക്കാരൻ്റെ ഗെയിം എന്ന് പറയുന്നത്. പുള്ളിക്കാരൻ ഇങ്ങനെ ഒരു ഗെയിം കളിക്കേണ്ട ആളല്ല. വിന്നർ ആവേണ്ട വ്യക്തിയാണ് ഷാനവാസ്.